കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലൊന്നായ കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് മൊബൈൽ ഫോൺ പിടികൂടിയതിനെ തുടർന്നാണ് ആത്മഹത്യക്ക് പ്രേരണമായത് എന്ന ഒരു ചർച്ച മറുവശത്ത് നടക്കുമ്പോൾ എന്താണ് ശ്രദ്ധയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകം? മാനസികാരോഗ്യത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ട വർത്തമാന കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് നൽകുന്ന ചിന്തകൾ, സൂചനകൾ, സന്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഈ വിഷയമാണ് ഇന്ന് ഫയർ റൂമിൽ ഞങ്ങൾ സംവദിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് ഫാദർ ദേവ് അഗസ്റ്റിൻ അക്കര. അദ്ദേഹം തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് സൈക്യാട്രിക് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ഒപ്പം അധ്യാപിക ഡോക്ടർ മേരി റെജീന. ഏവർക്കും ഫയർ റൂമിലേക്ക് സ്വാഗതം. ഞാൻ ഈ ചർച്ച ദേവച്ചനിൽ തുടങ്ങുകയാണ്. അങ്ങ് വർഷങ്ങളായിട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്നയാളാണ്. ആയിരക്കണക്കിന് മനുഷ്യരെ, ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ നേരിട്ട് കാണുകയും അവരെ ഡയഗ്നോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ശ്രദ്ധ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ആത്മഹത്യ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ആ ശ്രദ്ധയുടെ ആത്മഹത്യയെ അല്ല ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ആ കോളേജ് ഒരു വലിയ കുറ്റം ചെയ്തു, ആ കോളേജിനെ പൂട്ടിക്കണം, അല്ലെങ്കിൽ കോളേജിനെതിരെ പ്രതിഷേധം ഉണ്ടാകണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മാധ്യമങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ ശരിക്കും യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു, എങ്ങനെയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആ ഒരു ദിശയിൽ നിന്ന് നമ്മുടെ ചർച്ചകൾ പോലും വഴിതിരിച്ചു വിടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വിഷയത്തെ അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എന്ന നിലയിൽ ഓരോ സൂയിസൈഡും അല്ലെങ്കിൽ സൂയിസൈഡ് പ്ലാൻ ഒക്കെ പറയുമ്പോൾ അതൊരു സൈക്യാട്രിക് എമർജൻസിയാണ്, ഒരു അത്യാഹിതമാണ്, പെട്ടെന്ന് ഇടപെടേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും നമ്മൾ സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകത്ത് 40 സെക്കൻഡിൽ ഒരാൾ സക്സസ്ഫുള്ളി സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്നു. 10 പേര് ശ്രമിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ ചെയ്യുന്നത്. ശാസ്ത്രീയമായതിൻ്റെ ഇത് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ച് ഡിപ്രഷനുള്ള ആളുകൾ 20% സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്തവരെ നമ്മൾ സൈക്കോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ കാരണങ്ങളെക്കുറിച്ച് നടത്തുന്ന ഒരു ഓട്ടോപ്സിയാണ് സൈക്കോളജിക്കൽ ഓട്ടോപ്സി. അത്തരത്തിലുള്ള പഠനങ്ങളിൽ കൃത്യമായി പറയുന്നത് 60% ആളുകൾക്കും ഡിപ്രഷൻ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. പേഴ്സണാലിറ്റി പ്രശ്നങ്ങളും മറ്റു പ്രശ്നങ്ങളും കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു 80 മുതൽ 90% കാര്യങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണും. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂയെ നമ്മൾ ചർച്ച ചെയ്യുക 3 ഏരിയാസിലാണ്. ഒന്ന് അതിൻ്റെ ബയോളജിക്കൽ കോസ്, പിന്നെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പാർട്ട്, പിന്നെ സോഷ്യോളജിക്കൽ പാർട്ട്. ഇവിടെ നമ്മുടെ ചർച്ചയിൽ ഇപ്പം ഈ ഇഷ്യൂ ആകട്ടെ, ബാക്കി ആത്മഹത്യകളാകട്ടെ, പ്രത്യേകിച്ച് ചർച്ചുമായി വരുന്ന ചില ആത്മഹത്യ ഇഷ്യൂസിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ നമുക്ക് ഇന്റർവെൻഷൻ നടത്താൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിൾ എന്ന് പറഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു പ്രിവെന്റ് സൂയിസൈഡ് യു ട്രീറ്റ് ഡിപ്രഷൻ. അതാണ് പറയാം. സൂയിസൈഡിനെ നിങ്ങൾക്ക് പ്രതിരോധിക്കണമെങ്കിൽ വിഷാദ രോഗത്തെ പ്രതിരോധിക്കുക. അപ്പൊ ഈ ബയോളജിക്കൽ കോസിനെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊരു സ്റ്റിഗ്മ, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണാൻ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നു, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകുന്നു എന്ന് പറയുന്നത് ആ ഒരു സ്റ്റിഗ്മയുള്ളത് കൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ല. മാത്രമല്ല, വളരെ കോമൺ ആണ് ഡിപ്രഷൻ. 100-ൽ 13 മുതൽ 17% ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ട്. പല സിനിമാ നടിമാരും വളരെ ഓപ്പൺ ആയിട്ട് എനിക്കിങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഷെയർ ചെയ്യുന്ന ഒരു കാലഘട്ടം വരുന്നു. അത് നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. അപ്പം ഈ ഒരു മേജർ ഇഷ്യൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏരിയ, അതിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാതെ അധികം ഇന്റർവെൻഷന് പോസിബിലിറ്റി കുറവായിട്ടുള്ള സോഷ്യൽ ഏരിയാസിനെ കുറിച്ചാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. എനിക്കത് തോന്നുന്നത് അത് നമ്മൾ 1857 ഉള്ള എമിൽ ഡുർഖെയിമിന്റെ ലേ സൂയിസൈഡ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, ഈ ശ്രദ്ധയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഈ സോഷ്യൽ കോഴ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കോളേജിന്റെ ആ ഒരു സോഷ്യൽ എൻവയോൺമെന്റ്, അവരാ പഠിച്ചിരുന്ന ആ സിസ്റ്റം, ഈ പറയുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ്, ചില സ്ട്രിക്റ്റ് റൂൾസ്, അവരുടെ ചുറ്റുമുള്ള ആളുകളുടെ പെരുമാറ്റം, ഇതൊക്കെ ഒരു സോഷ്യൽ ഫാക്ടറാണ് ഒരാളുടെ. അത് നമുക്ക് ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി മുതൽ എല്ലാവരും ഹോസ്റ്റലിൽ റൂൾസ് പാടില്ല എന്നൊരു റൂള് പാസ്സാക്കിയത് കൊണ്ട്
ഡിപ്രഷൻ എന്ന് പറഞ്ഞ ബയോളജിക്കൽ കോഴ്സ് നമ്മൾ ഡീൽ ചെയ്യണില്ല. കാരണം ഡിപ്രഷൻ എന്ന് പറയുന്നത് സ്ഥായിയായ വിഷാദാവസ്ഥയാണ്. അവിടെ സോഷ്യൽ ഫാക്ടേഴ്സ് ഇതിലൊക്കെ വളരെ ചെറിയ റോളേ വരുന്നുള്ളൂ. മൈൽഡ് ഡിപ്രഷൻ ഉണ്ടാകാം, പക്ഷെ ഒരു മേജർ ഡിപ്രഷൻ, സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാളങ്ങനെ സോഷ്യൽ ഫാക്ടറിന് നിയമം മാറ്റിയത് കൊണ്ടും കാര്യമില്ല. കാരണം ഇവിടെ ഒരു ബയോളജിക്കൽ ഫാക്ടർ നമ്മൾ ഡീൽ ചെയ്യണം. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സ്ക്രീനിങ്, മെൻ്റൽ ഹെൽത്ത് അവയർനെസ്, ആ ഭാഗങ്ങളാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് ഇത്തരം വിഷയങ്ങൾ ആവർത്തിച്ച് നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു ഷിഫ്റ്റ് ഓഫ് ഫോക്കസിന്റെ പല കാരണങ്ങളുണ്ടാകാം. ശരി ശരി ഡോക്ടർ മേരി റീജിയൻ, അങ്ങ് ഇത്തരം പല വിഷയങ്ങളെ നേരിട്ട വ്യക്തി കൂടിയാണ്. ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ അധ്യാപിക നിലയിൽ അനുഭവിച്ചിട്ടുമുണ്ട് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ഇവിടെ ഈ ഒരു വിഷയത്തെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു HOD ഒരു മൊബൈൽ ഫോൺ വാങ്ങി വെച്ചു, ആ HOD ആണ് അല്ലെങ്കിൽ ആ കോളേജാണ് ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരൻ എന്ന നിലയിൽ ഒരു വ്യാഖ്യാനമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നത്. പ്രത്യേകിച്ച് ആ കോളേജിൽ പഠിച്ചു പോയവരും കോളേജിനോട് താല്പര്യമില്ലാത്ത ചില പ്രത്യേക ആളുകൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു അധ്യാപികയുടെ മനസ്സ് എങ്ങനെയാണ് അത്തരം ആരോപണങ്ങളെ കാണുക? നിതിൻ, ഭയങ്കര നിർഭാഗ്യകരമായ ഒരു സംഗതിയാണല്ലോ. ഒരു കുഞ്ഞ് മരിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. കാരണം ഒരു ജീവന്റെ മൂല്യം ഏറ്റവും അധികം അറിയുന്ന ഒരു സമുദായവും അതിനുവേണ്ടി നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നമുക്ക് സൃഷ്ടിക്കാൻ പറ്റാത്ത ഒന്ന് ദൈവത്തിന്റെ ദാനമാണ് ആ അപ്പനും അമ്മയുടെയും കയ്യിൽ നിന്ന് പോയത്. അപ്പൊ അവരുടെ വിഷമം അതിഭീകരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതോടൊപ്പം ഇത്തരത്തില് ഞാൻ എൻ്റെ അധ്യാപിക എന്ന നിലയിലുള്ള ജീവിതത്തിലും സുഹൃത്ത് വലയത്തിലും അടുത്ത ബന്ധുമിത്രാദികളുടെ കുടുംബങ്ങളിലും ഇത് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എനിക്ക് മാത്രമല്ല, എനിക്കത് നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ മരണ സമയത്തും ഞാൻ ഒരു റെസ്പോൺസിബിൾ ഓഫീസർ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ പറഞ്ഞെടുത്തു നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. ഈ മെൻ്റൽ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആ കുഞ്ഞിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ പോയത് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ വീഴ്ചയാണ്. ഇതൊരു ട്രിഗറിങ് ഫാക്ടർ ആയിരുന്നിരിക്കാം അല്ലേ അച്ഛാ? അത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സംഭവിക്കുക. ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോൾ അതിന്റെ ഉള്ളിൽ കിടന്നിരുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കും. ആ കുട്ടിക്ക് ഇതിലോട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. നേരത്തെ തന്നെ ചിലപ്പോൾ വിചാരിച്ച് വെച്ചിട്ടുണ്ടാകും ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ ചെയ്യും. അങ്ങനെയൊക്കെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന്. അങ്ങനെയാണ് നമ്മൾ ഒരു കുഞ്ഞ് മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ കുട്ടിയെ ശ്രദ്ധിക്കുന്നത് തന്നെ. അവിടെയാണ് എനിക്ക് തോന്നുന്നു അച്ഛൻ പറഞ്ഞ പോലെ ഇതിനൊരു സൈക്കോളജിക്കൽ ഹെൽപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം പേരൻസിനുണ്ട് ആദ്യം തന്നെ. കാരണം പഠിക്കാൻ മോശമായ ഒരു കുട്ടി എന്തുകൊണ്ട് പഠിക്കാൻ മോശമായി? ഈ പഠിത്തത്തിൽ മോശമാകുന്നതാണല്ലോ ഡിസിപ്ലിൻ എന്താ പറയാ കർക്കശമാക്കാൻ കാരണം. കാരണം ഈ സെൽഫ് ഫിനാൻസിങ് കോളേജസിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമ്മുടെ ഇവിടെ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആണ് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിന്റെയും മാനേജ്മെന്റ്. പരീക്ഷാ നടത്തിപ്പും അതിന്റെ സ്റ്റാൻഡേർഡ്സും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം കോമൺ ആണ്. 1ാം റാങ്ക് വാങ്ങിച്ച് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി ഈ ഗ്രാമങ്ങളിലെ നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ ഇപ്പോൾ ഇതുപോലത്തെ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. സീറ്റുകളെല്ലാം വേക്കൻ്റ് ആയി കിടക്കുന്നു എന്ന് പറയുന്നു. 60,000 റാങ്ക് വരെ വാങ്ങിക്കുന്നവരാണ് ഈ കോളേജിൽ വരുന്നത്. അപ്പോൾ 1ാം റാങ്ക് വാങ്ങിക്കുന്നവനും 60,000 റാങ്ക് വാങ്ങിക്കുന്ന കുട്ടിയും ഒരേ ലെവലിലെത്തുകയും ഒരേ മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ കൂടി പാസ്സാവുകയും ചെയ്യണമെങ്കിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാലോ, അവർ തമ്മിലുള്ള ഇന്റലക്ച്വൽ വേരിയേഷൻ്റെ അത് വെച്ചിട്ട്. അപ്പൊ എങ്ങനെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കുട്ടികളെ പഠിപ്പിച്ച പഠനത്തിന്റെ മികവിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ പാളിപ്പോയത്. അതായത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളെ പൊതുവെ ആളുകൾ വിലയിരുത്തുക ഏറ്റവും മികച്ച സ്ഥാപനം പാമജ്യോതി കോളേജ്. 3000 മികവ് എങ്ങനെയാണ് അതിലേക്ക് വരാം. 3100 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ്. ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചു പോകുന്ന ഒരു സ്ഥാപനമാണ്. നാക് അക്രഡിറ്റേഷനിൽ കേരളത്തിൽ ആദ്യമായി നാക് എഞ്ചിനീയറിംഗ് കോളേജിന് NAC A ഗ്രേഡ് കിട്ടുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു വശത്ത് മാഡം പറഞ്ഞതുപോലെ ആളുകളെ ഈ ഒരേ നിലയിലേക്ക് അവരെ വളർത്താനുള്ള ഒരു വലിയൊരു ശ്രമമാണ് അല്ലെ. അതായത് കുട്ടികൾ എന്തുമായിക്കോട്ടെ എന്ന് കരുതിയാൽ, അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ സ്വാതന്ത്ര്യം എല്ലാം അവരുടെ ഇഷ്ടം പോലെ എന്ന് കരുതിയാൽ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന മികവിന്റെ ഇടങ്ങളായി മാറ്റാൻ സാധിക്കില്ല. അതെ, നാക്കാകമാകാമല്ല, മികവിന്റെ ഇടങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങൾ ഒരിക്കലും മാറുകയുമില്ല. മികവിന്റെ ഇടങ്ങളായിട്ട് ഈ അക്രഡിറ്റേഷന്റെ ഇഷ്യൂ മാത്രമല്ല, കുഞ്ഞുങ്ങൾ പാസ്സാവണ്ടേ? അതെ, പാസ്സായി മാത്രമല്ല ജോലി കിട്ടണ്ടേ?
ഇവരെ പേരൻസ് എന്തിനാണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ കൊണ്ട് ചേർക്കുന്നത്? ഇത്രയും ഒരു ജോലി കിട്ടും, ജോലി സ്ഥാപനത്തിൽ കിട്ടും ജോലി കിട്ടാൻ എന്നുള്ളത് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും. അതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ പേരൻസും കുതറുമായിരിക്കും, പതറുമായിരിക്കാം. പക്ഷെ എന്തുദ്ദേശത്തിലാണ് ആ കുട്ടിയെ അമൽ, ഞാൻ പറയാം, എനിക്കറിയാം എന്റെ 2 മക്കൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കാഞ്ഞിരപ്പള്ളി ദ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ദ സ്ട്രിക്റ്റസ്റ്റും ആണ് എന്ന് ഈ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം. അതെ. അവിടെ പഠിക്കുന്നവർക്കും അറിയാം, പഠിച്ചവർക്കും അറിയാം. അപ്പൊ കുട്ടികളുടെ പ്രായത്തിൽ അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ തിരിച്ച് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലും തൃശ്ശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും പഠിക്കുന്ന കുട്ടികൾ എഴുതുന്ന അതേ ക്വസ്റ്റ്യൻ പേപ്പർ ഈ കുട്ടികൾ ആൻസർ ചെയ്യണമെങ്കിൽ അവർ കുറച്ചുകൂടെ പഠിത്തത്തിൽ ഇതാവണം. വെറുതെ ഇൻഫർമേഷൻ ആൻഡ് നോളജ് പാസിംഗ് ആണ് ഒരു കോളേജിന്റെ ഉദ്ദേശമെങ്കിൽ സർക്കാർ അത് പറയണം. ഇനി മുതൽ ഗ്രേഡുകൾ വയ്ക്കരുത്, അക്രഡിറ്റേഷൻ ടീം ഉണ്ടാവരുത്, നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ എത്തി ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കോവിഡ് കാലം നമ്മളെ അത് പഠിപ്പിച്ചു എങ്ങനെ നന്നായി ഓൺലൈനായിട്ട് പഠിപ്പിക്കാം. അവര് ഇപ്പൊ വന്നിട്ടുള്ള എന്താ വെച്ചാൽ സോഫ്റ്റ്വെയർ ഒക്കെ ChatGPT അത് വെച്ചിട്ട് പരീക്ഷ എഴുതിക്കോട്ടെ. നമ്മളിതൊന്നും ഒരു വിഷയമില്ല, നമുക്കിതൊക്കെ നിഷ്കർഷിക്കാൻ. ഞാൻ കോളേജിനെ ന്യായീകരിക്കുകയല്ല, പക്ഷെ ഏതൊരു സ്ഥാപനത്തിലെയും ഒരു അധ്യാപനം അങ്ങനെയെങ്കിൽ ഒരു പ്രശ്നം, ഇപ്പൊ എല്ലാവരെയും ഒരേ ഒരു ഓട്ടത്തിൽ അവരെ ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. വലിയൊരു ഉത്തരവാദിത്വങ്ങൾ ഒരു കോളേജിനെ സംബന്ധിച്ചോളം 3100 കുട്ടികൾ കൂവപ്പള്ളി പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിൽ അടുത്തൊരു സ്ഥലത്ത് കൂവപ്പള്ളിയിൽ അവരെ 3000 പേരെ മോണിറ്റർ ചെയ്യുക, അവരെ ഈ നിലയിൽ എല്ലാം വളർത്തുക. ഇതിന്റെ ഒരു കുഞ്ഞിനെ മോണിറ്റർ ചെയ്യാൻ ശരിക്കും പറ്റുന്നുണ്ടാവില്ല വീട്ടില്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും അധികം ആളുകളെ മാനേജ് ചെയ്യുമ്പോൾ ഒരു മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ നിയന്ത്രണങ്ങൾ, നിഷ്കർഷത ഉണ്ടെങ്കിൽ മാത്രമേ സിസ്റ്റം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഇവിടെ ഈ ശ്രദ്ധ എന്ന് പറഞ്ഞ കുട്ടിയെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ എനിക്കൊന്ന് അക്കാഡമിക്കായ ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം പല പേപ്പറുകൾ 10ഓളം അത്രയും പേപ്പറുകൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുന്നു. അപ്പോൾ അവരുടെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറുന്നതിൽ ആശങ്കയുള്ള അധ്യാപകർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അതിലുള്ള കാര്യങ്ങൾ. മൊബൈൽ ഫോൺ ക്ലാസ് റൂമുകളിലാണ് കേട്ടോ. ലാബ് എന്ന് പറഞ്ഞാലും നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ നടക്കുന്ന സ്ഥലത്ത് അല്ല. ആ കുട്ടിയെ കുറിച്ച് എനിക്ക് ചർച്ച ചെയ്യണം എന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, എന്റെ പോയിന്റ് അതാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ അങ്ങനെ, അതായത് പഠനത്തിൽ പുറകോട്ട് പോകുന്നതിന്റെ ആശങ്കകൾ ഒരു വശത്ത് ഉണ്ടായേക്കാം, മറുവശത്ത് ഇങ്ങനെ മുന്നോട്ട് വരാൻ പറ്റുന്ന വിഷമമൊക്കെ ഉണ്ടായേക്കാം. ശരിക്കും ആക്ഷൻ ഉണ്ടാകേണ്ടത് എവിടെയായിരുന്നു? അതായത് നമ്മൾ ഒരു കുട്ടികൾ അല്ലെങ്കിൽ പേരൻസ് ആണോ ഒരു സ്വയം വിലയിരുത്തൽ നടത്തേണ്ടത്? അതായത് ഇത്തരം സ്ഥാപനങ്ങളിൽ ഒരു ആറ്റിറ്റ്യൂഡ് എനിക്കുണ്ടോ എന്നൊരു വിലയിരുത്തലിന്റെ പ്രശ്നമുണ്ടോ? അതായത് ഞാനൊരു ഹെൽപ്പ് ചെയ്യും. കാരണം എനിക്ക് തോന്നുന്നു പാരന്റ്സും ടീച്ചേഴ്സും ഇത് ബേസിക്കലി ഒരു കോഴ്സ് സെലക്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു കാര്യം. അപ്പൊ സ്വാഭാവികമായും ഈ ഒരു ഇപ്പൊ യൂറോപ്പിലൊക്കെ ഉള്ളതുപോലെ ഒരാൾ ഡോക്ടർ ആവണമെങ്കിൽ അയാൾ ആദ്യം എഴുതി കൊടുക്കണം എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ ആവണം. അവിടുത്തെ ഒരു ഗ്രേഡ് ലെവലിലുള്ള ആദ്യം എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെവലിൽ അവൻ അത്തരം ഒരു ഏരിയയിൽ സോഷ്യൽ വർക്ക് ചെയ്യണം. അപ്പോൾ അവനറിയാം എനിക്കിത് ശരിയാകുമോ ഇല്ലയെന്ന്. അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ, എന്നിട്ടാണ് ഒരാളെ ഡോക്ടറാകാൻ സിസ്റ്റത്തിലേക്ക് അവർ കയറ്റണത്. ഇവിടെ നമ്മൾ ചെറിയൊരു ഓർമ്മ പരീക്ഷ പോലത്തെ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിൽ കയറ്റണം. ചിലപ്പോൾ അവൻ പരീക്ഷ എഴുതിയത് വീട്ടുകാരുടെ പ്രശ്നം ഉണ്ടായിരിക്കാം. ഇപ്പൊ പഠിച്ചു തുടങ്ങിയപ്പോഴായിരിക്കും മനസ്സിലാവേണ്ടത് ഇത് പറ്റില്ല എന്ന്. അപ്പൊ സ്വാഭാവികമായും പൈസ കൊടുത്തു, ഇനി പറ്റില്ല. ഇപ്പൊ ഞാൻ എഞ്ചിനീയറിംഗിന് 2 മാസം പോയിട്ട് നിർത്തി ഡോക്ടറാവാൻ പോയ ആളാണ്. കാരണം എനിക്ക് മനസ്സിലായി കണക്ക് എനിക്ക് പറ്റില്ല അത്. കാരണം അത് ഇറ്റ്സ് നോട്ട് മൈ വേ ഓഫ്. കാരണം എന്റെ ബ്രെയിനിൽ കണക്ക് വർക്കിംഗ് അല്ല. അതുകൊണ്ട് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഇത് വർക്കിംഗ് അല്ല. എഞ്ചിനീയറിംഗിന് കണക്കില്ലാതെ പറ്റില്ല. അപ്പൊ ഇറ്റ്സ് നോട്ട് മൈ വേ ഓഫ് ലൈഫ്. ഞാനത് ബാക്ക് ഡ്രോപ്പ് ചെയ്തു. പാരന്റ്സിനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഡ്രോപ്പ് ചെയ്താലും നമുക്ക് അത്ര ഫിനാൻഷ്യൽ ബേർഡൻ ഒന്നുമില്ല. അപ്പൊ ഇത്തരമുള്ളൊരു അസസ്മെന്റ് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ചെയ്യണം. ഏത് കോളേജ് എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ചെയ്യണം. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്ന കൊച്ചാണോ എന്ന് ചെയ്യണം. ഇതൊക്കെ അസസ് ചെയ്യണം. വെറുതെ അവിടെ പഠിച്ചാൽ ജോലി കിട്ടും, അതുകൊണ്ട് അവിടെ പോവാം. പക്ഷെ അവിടുത്തെ ഒരു ഏരിയയുമായി അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടുമായി അക്ലിമറ്റൈസ്ഡ് ആവോ, പൊരുത്തപ്പെടുവോ എന്നുള്ളൊരു ഇവാലുവേഷൻ കോഴ്സിൽ ചേരുമ്പോഴും കോഴ്സിന് ഇടയ്ക്കൊക്കെ നടത്തണം. അപ്പൊ അവിടെ ഒരാളുടെ ജീവന് മാനസികാരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കോഴ്സ് ആണെങ്കിൽ അത് ഹി മസ്റ്റ് സ്റ്റോപ്പ്. ഏത് സ്റ്റേജിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ അങ്ങനെ
ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒരു ക്ലിനീഷ്യൻ എന്ന നിലയിൽ PhD നിർത്തി തിരിച്ചു വന്ന ആളുകളുണ്ട്. ഉണ്ട്. IIT വന്ന ഒരു ആളുകളുണ്ട്. ഇഷ്ടംമാതിരി പല ആള് ആളുകളുണ്ട്. they കാരണം understand. IIT-യിലൊന്നും PhD ഇപ്പൊ എനിക്കറിയില്ല, പണ്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ അസാധ്യം, പാടാണ്, ഭയങ്കര പാടാണ്. പിന്നെ ഗൈഡുമാരുടെ പേഴ്സണൽ എന്താ പറയാ ബെനവലൻസ് വേണം, അവരെ പ്രീതി സമ്പാദിക്കണം എന്ന് പറയില്ലേ നമ്മുടെ ഗവർണർ പറയുന്ന ഭാഷയിൽ, പ്രീതിയിൽ തന്നെ നിൽക്കണം. അപ്രീതി ആയിൽ പോയാൽ പിന്നെ IIT-ന്ന് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സാറ് ഇപ്പോഴും ഈ അമൽജ്യോതിയിൽ തന്നെ ഇപ്പോഴും അഡ്ജങ്ക് പ്രൊഫസറാണ്. പേര് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല, കാരണം സാറിന് കുഴപ്പമുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. IIT ഖരഗ്പൂരിന് PhD ആണ്. 20 വർഷം കൊണ്ടാ സാറ് PhD എടുത്തത്. ഡോക്ടർ ജിപ്പു ജേക്കബ് ഈ അമൽജ്യോതി തന്നെ ഇപ്പോഴും ഉണ്ട്. സാറാണ് അവിടുത്തെ ഡിസിപ്ലിൻ നോക്കുന്നതിൽ ഒരാളുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. ഞങ്ങളൊക്കെ സർക്കാർ കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ IIT-ന്നൊന്നും അങ്ങനെ നമുക്ക് അവിടെ പഠിപ്പ് മാത്രമല്ല, ഈ അപ്രീതി സാറ് സമ്പാദിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരും. ഒരു ആള് റിട്ടയർ ചെയ്യും, അടുത്ത ആള് നമുക്ക് ചേർന്നായിരിക്കില്ല, നമ്മുടെ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ഇതായിരിക്കില്ല. IIT എന്ന് പറഞ്ഞുകൊണ്ട് IIT-കളിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ? എനിക്ക് ഒരു കാലത്ത് ഓർമ്മയുണ്ട്, കോയമ്പത്തൂർ ഏതോ കോളേജിലെ ഫോട്ടോ ഞാൻ കണ്ടത്, എല്ലാ സീലിംഗ് ഫാനും ഇങ്ങനെ കേജ്ഡ് ആണ്. കാരണം ആത്മഹത്യാ പ്രവണത കൂടുതലായതുകൊണ്ടാണ്. കാരണം അങ്ങനെ ഈ ആത്മഹത്യകൾ ഒരു ഒറ്റപ്പെട്ട സംഭവം. കുടുംബങ്ങളിൽ ഇഷ്ടമാതിരി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പേരൻസും കുട്ടികളും കൂടെയുള്ള കുടുംബ ആത്മഹത്യകളുടെ പ്രശ്നങ്ങൾ കൂടുന്നു. കഴിഞ്ഞ ദിവസം നിർഭാഗ്യവശാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു, 2 ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്തു. നമ്മൾ അതിനെ കുറിച്ച് അനാലിസിസ്. പക്ഷെ അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന വെച്ചാൽ അതൊരു സ്ഥാപനത്തെ തകർക്കാൻ. തീർച്ചയായും അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, അങ്ങനെ കുറച്ച് അവരുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. മാത്രമല്ല കുട്ടികൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പൊ എനിക്കൊന്ന് അച്ഛൻ പറഞ്ഞ പോലെ അഡ്മിഷന്റെ സമയത്ത് തന്നെ ആലോചിക്കണം അവിടെ അത് പിന്നെ ഇൻ കേസ് ഒരു എൻട്രി തന്നെയായാലും they should have their own way of keeping up their mental health. ഒരാൾക്ക് അയാളുടെ മാനസികാരോഗ്യത്തിന് നിലനിർത്താൻ പറ്റും. നമ്മുടെ ക്യാമ്പസിൽ അതിനുള്ള സ്പേസ് നിലവിലുണ്ടോ? മിക്ക സ്ഥലങ്ങളിലും നമ്മുടെ ഒരു സെനേരിയോയില് കുറവാണ്. കാരണം ഈ പ്രത്യേകിച്ച് മാഡം പറഞ്ഞതുപോലെ KTU-ൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവൻ ഇവിടെ 60,000 കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഇവന് ഇവിടെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടും. എക്സ്ട്രാ എഫേർട്ട് ഇടണമെങ്കിൽ ചിലപ്പോൾ ചില റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അതൊരു കുറച്ച് കാലത്തേക്ക് വേണ്ടാന്ന് വെച്ചാൽ മതി. കാരണം ഒരു മേ ബി 5 ഇയേഴ്സിൽ അപ്പോൾ ചില കോംപ്രമൈസസ് ഒക്കെ ഇതുണ്ട്. അത് ചിലപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ വേണ്ടി മുകളിൽ നിന്നായിരിക്കും അതിന്റെ പ്രഷർ വരുന്നത്, അത്തരം കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ, സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങൾ സ്വയം ചോദിക്കേണ്ടതും കുടുംബം അവരോടൊപ്പം നിന്നും ചോദിക്കേണ്ടതുമാണ്. ഇവിടെ നമ്മള് ഫീസ് കൊടുത്ത പൈസ പോണതിനെ കുറിച്ചല്ല. കുടുംബം ഒരു വലിയ ഫാക്ടറാണ് അല്ലേ അച്ഛാ? തീർച്ചയായും. കാരണം ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞു, ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. എന്റെ ഫാമിലി പറഞ്ഞു ചെയ്യാൻ കൃത്യമായ ഒരു ധാരണയുണ്ട്. എന്താണ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, വെൽ ആൻഡ് റൈറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഡ്രോപ്പ് ചെയ്യണത് ഒരു വിവേകശൂന്യമായ പ്രവൃത്തിയാണ്. അപ്പൊ അത്തരം ചില കാര്യങ്ങള് സമൂഹം മാറേണ്ടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഒരു MBBS ചേർത്തു, അതിൽ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല, ഒരു എമ്പതി ഇല്ല, വെറുതെ ഒരു കോഴ്സ് പഠിക്കാം, ഒരു ഡോക്ടർ എന്ന് എഴുതാൻ വേണ്ടി വന്ന ആള് ഇതെനിക്ക് പറ്റില്ല എന്ന് ബോധ്യമാകുമ്പോൾ ആ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് വേറെ ഇഷ്ടപ്പെട്ട താല്പര്യമുള്ള സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വഴിയിലേക്ക് തിരിയേണ്ടി വരും. പേരൻസ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കലോ മെഡിസിൻ പഠിക്കലോ ഒന്നും അല്ല, ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചില്ലെങ്കിൽ നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ജോലി കിട്ടണം, ഇത്രയും അവന്യൂസ് ഇല്ല, IT പാർക്കുകൾ ഇല്ല. ഈ കമ്പ്യൂട്ടർ വരുന്ന യുഗത്തിന് മുന്നേ ഒക്കെ ആകെ ഒരു ജോലി സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ സർക്കാർ ജോലി ചെയ്യുക. 3 ഓപ്ഷനേ ഉണ്ടായിരുന്നില്ല. എനിക്ക് വയസ്സ് 55 അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ആലോചിക്കുക, വേറെ ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ പിന്നീടാണല്ലോ ഈ പ്രൈവറ്റ് സെക്ടർ ഇങ്ങനെ വളർന്നു വരികയും ഗ്ലോബലൈസ്ഡ് ഒരിത് വരൂ, MNC-കൾ വരുന്നു, ഒത്തിരി മാറിപ്പോയില്ലേ. അപ്പൊ അവർക്കുള്ള ഒരു എന്താ പറയാ കോൺട്രിബ്യൂട്ടിങ് സെക്ടേഴ്സ് ആയിട്ട് കടകൾ തുടങ്ങി, ഫാഷൻ ഡിസൈനേഴ്സ് തുടങ്ങി, എല്ലാവരും ഇപ്പം ഒരു വീട്ടിലിരുന്ന് തന്നെ കച്ചവടം ചെയ്യാം. നമുക്ക് ഓൺലൈൻ മതി. എന്തുമാത്രം സ്ത്രീകളാണ് അച്ഛാ ഇപ്പൊ കോവിഡിന്റെ കാലത്ത് പോലും കേക്ക് ഉണ്ടാക്കി വിറ്റ് ലാഭം ഉണ്ടാക്കി കുറെ ആളുകളുണ്ട് ഉണ്ട് വെറുതെ. അത് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയും ചിന്തിക്കാം. അതൊക്കെ നമ്മളുടെ ഒരു പ്രശ്നം മലയാളികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തെത്തിയിട്ടുമില്ല. കുട്ടികൾ അമ്മാത്തെത്തി,
എത്തേണ്ടടുത്ത് എത്തി, പേരൻസ് എത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആ കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളില് ഈ ആത്മഹത്യ ചെയ്യുന്നവരെല്ലാവരുടെയും മനസ്സിനുള്ളിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടായിരുന്നിരിക്കും. തീർച്ചയായും. സ്വയം തിരിച്ചറിയാൻ പറ്റാത്ത, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ. അപ്പോൾ ഞാൻ ഇന്നലെ ആ കുട്ടിയുടെ ഫാദർ സംസാരിക്കുന്ന കേട്ടു. അപ്പൊ വൈകുന്നേരങ്ങളിൽ ആ കുട്ടി കിടന്ന് സാധാരണ കോളേജിൽ നിന്ന് ഇല്ലേ, ശ്രദ്ധിച്ചില്ലേ? ഞാൻ വിചാരിച്ചു, അല്ല ഞാൻ ആ കുട്ടി എന്നുള്ളതല്ല, ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവമേ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. സന്ധ്യക്കോ വൈകുന്നേരം, ഇപ്പൊ ഞാനും ചെയ്യാറുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സിസ്റ്റം എങ്ങനെ മാറിപ്പോയി. ആ കുട്ടിക്ക് കളിക്കാം, പഠിക്കാം, അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ്ഡ് ആകാൻ ഉള്ള സമയം ഒക്കെ ആകുമ്പോ ആ കുട്ടിക്ക് എന്തൊക്കെയോ സ്ട്രെസ് ആ കുഞ്ഞിനുണ്ടായിരുന്നു. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ആദ്യം കുടുംബവും, തീർച്ചയായും ആദ്യം കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നു. WHO ഒരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലുക്ക്, ലിസൺ ആൻഡ് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ നമുക്കൊന്ന് നിരീക്ഷിക്കണം. നമ്മൾ ഡിജിറ്റലി കണക്റ്റഡ് ആണ്, ബട്ട് വി ആർ നോട്ട് കണക്റ്റഡ് ഇമോഷണലി ആൻഡ് റിലേഷണലി. അപ്പൊ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു ഇമോഷൻ സെൻസ് ചെയ്യാനൊന്നും പല ആളുകൾക്കും പറ്റണില്ല, ഡിസ്ട്രെസ്ഡ് ആണ് സെൻസ് ചെയ്യണില്ല. അപ്പൊ WHO പറയാ, യു ലുക്ക് ഫോർ പീപ്പിൾ അണ്ടർ ഡിസ്ട്രെസ്, ലിസൺ ടു ദം. എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ, ഷെയർ ചെയ്യാനുണ്ടോ എന്ന് അവരോട് ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് തോന്നുകയാണ് ഇതൊരു എമർജൻസി ആണ്, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ലിങ്ക് ചെയ്യാം. അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് എല്ലാവരും ഒരു ട്രെയിൻഡ് ആവേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അക്കാഡമിക് ഇതിനോടൊപ്പം തന്നെ സഹജീവികളോടുള്ള ഒരു കരുതലിന്റെ ഭാഗമായിട്ട് നമ്മുടെ കോളേജുകളൊക്കെ അതിനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട്. ഇപ്പൊ ഈ അമജ്യോതി ഉൾപ്പെടെ ഇല്ലേ, നാഷണൽ സർവീസ് സ്കീം ഉൾപ്പെടെയുള്ള ക്ലബ്ബുകള്, ആക്ടിവിറ്റികള്, റിക്രിയേഷൻ ആക്ടിവിറ്റികള്, സ്പോർട്സ്, ഇത്രയും വലിയ ക്യാമ്പസുകളിലെല്ലാം അല്ലെ, നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇതുള്ള കാര്യമാണ്. അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഇല്ലായൊന്നും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഈ കോളേജിൽ അതിനുള്ള അവസരങ്ങൾ വളരെ കൃത്യമായിട്ടുള്ളതുമാണ്. പക്ഷെ ക്ലാസ് റൂംസിൽ സാധിക്കില്ല കേട്ടോ. ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ആയതോടുകൂടി നമ്മൾ അച്ഛൻ പറഞ്ഞ പോലെ ലുക്ക് ആൻഡ് ലിസൺ ഒക്കെ നടക്കുന്നില്ല, ഒക്കെ സ്ക്രീനിൽ നോക്കി ഇരിക്കുകയാണ്. ഇതിലേക്ക് നോക്കി നമുക്ക് മൊബൈൽ സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ നോക്കി ക്ലാസ് എടുക്കുന്നു, സിലബസ് കവർ ചെയ്യണം, അതൊക്കെ പോകുന്നു. പക്ഷെ വൈകുന്നേരങ്ങളിൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ പരസ്പരം കളിക്കാനും ഇതൊക്കെ ശ്രമിക്കേണ്ട, അവരെ കളിപ്പിക്കാനും ഒക്കെ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഞങ്ങൾക്കൊക്കെ കമ്പൽസറി ആയിരുന്നു. അതുപോലെയൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് കുറച്ചുകൂടെ. പക്ഷെ ഇവരുടെ ഇൻട്രസ്റ്റും കുട്ടികളുടെ ഭാഗത്തുനിന്നും സഹകരണം വേണമല്ലോ. ഇവർക്ക് എന്താന്ന് ഇപ്പൊ ഏറ്റവും ഇഷ്ടം, ഒന്നിലും മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ 2-3 പേര് കൂടി, അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇഷ്ടം സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എനിക്കിത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ നിർബന്ധിക്കണ്ട. അത് തന്നെയാണ് നമ്മുടെ വീടുകളിൽ നിന്നും കിട്ടുന്ന ഒരു ട്രെയിനിങ്. അപ്പൊ സ്വാഭാവികമായും ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്, അവർക്ക് ഇഷ്ടമല്ല, ചെയ്യണ്ട. ഐ എം നോട്ട് വറീഡ് അബൌട്ട് യുവർ ഫ്യൂച്ചർ. പണ്ട് അങ്ങനെയല്ല, ടീച്ചേഴ്സ് ദേ ആർ വറീഡ് അബൌട്ട് ഫ്യൂച്ചർ ഓഫ് ദ സ്റ്റുഡൻസ്. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമല്ല, ചെയ്യേണ്ട ആവശ്യമില്ല, യു ബെയർ ദ കോൺസിക്വൻസസ്, അതിൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു ഡിഫെൻസീവ് ഡോക്ടേഴ്സ് പോലെ തന്നെ. പക്ഷേ സ്വാശ്രയ കോളേജിൽ അത് ഇല്ല താനും. സ്വാശ്രയ കോളേജുകളിൽ അങ്ങനെ ഒരു നിലപാടില്ല. ഏത് കുട്ടിയെയും ആ നിലയ്ക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം പഠിപ്പിക്കലിന്റെ കാര്യത്തിൽ അച്ഛൻ പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. കാരണം ഇപ്പൊ സ്കൂൾ ടീച്ചേഴ്സ് ഒക്കെ പണ്ട് അമ്മമാരെ പോലെ ആയിരുന്നു. ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ഇപ്പൊ മാറി. പേടിയാണ് അച്ഛാ, കയ്യില് പെടൂ. കൂടുതൽ പറഞ്ഞാലും പ്രശ്നം, ശകാരിച്ചാലും പ്രശ്നം. മൊബൈൽ ഉള്ളതോടുകൂടി ഇത് മുഴുവൻ റെക്കോർഡ് ജനറേഷനിലുണ്ടായ ഒരു ഗ്യാപ്പ് അല്ലെ, ജനറേഷനിലുണ്ടായ ഗ്യാപ്പ്. പുതിയ വീട്ടില് പറയാൻ പേടിയല്ലേ, പേരൻസ് എന്തുകൊണ്ട് വീട്ടില് കറക്റ്റ് ചെയ്യുന്നില്ല? അല്ല, ചില സിറ്റുവേഷനിൽ ടീച്ചേഴ്സ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, കുട്ടി പറയുന്നു സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നു, വീട്ടിൽ പറഞ്ഞാൽ ഞാൻ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും, അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ കൃത്യമായി അവരോട് പറയും, യു മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദിയർ പാരന്റ്സ്. അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തതിന് ശേഷം, ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി യു വിൽ ഹാവ് ടു ടേക്ക് അപ്പ്. പക്ഷെ അതുകൊണ്ട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അപ്പൊ നമ്മള് കൃത്യമായും ഈ ഒരു മെന്റൽ ഹെൽത്ത് ഏരിയ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യേണ്ട കാലഘട്ടം അതിക്രമിച്ചു എന്നാണ് ബോൺവിറ്റയും ബൂസ്റ്റും മാത്രം കൊടുത്താൽ പോരാ മക്കൾക്ക്. അല്ല, ഇപ്പൊ അതെല്ലാം തോന്നുന്നു പണ്ടത്തെ കാലത്ത്. പക്ഷെ എന്നാൽ ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തില് എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രത്യേകിച്ച് ഈ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളെ പ്രത്യേകിച്ച് ഒന്ന് ഫോക്കസ് ചെയ്ത്, മുന്നിൽ എല്ലാ സ്ഥലത്തും നിൽക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അത്രയും ആവശ്യമില്ല, പിന്നെ അഭിനയമാണ് എന്നുള്ളത്.
കുറെയൊക്കെ അവരും ഇവരും അഭിനയിച്ച് നമ്മളെ പറ്റിക്കും വീട്ടിലും കോളേജിലും. പക്ഷെ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു ശ്രദ്ധ ശ്രദ്ധ നമ്മൾ കൊടുക്കണം. കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. Yeah. നമുക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിൽ അത്തരം പ്രത്യേകിച്ച് ആറ്റിറ്റ്യൂഡുകൾ കുറച്ചുണ്ടായി. എല്ലാരെയും ഒരുപോലെ കാണരുത്. എനിക്ക് അതാണ് ഇതിലൊന്ന് കുറച്ച് ആഡ് ഓൺ ചെയ്യാനുള്ളത്, വളരെയധികം. നമ്മൾ ഈശോയെ പറയുന്ന പോലെ കാണാതെ പോയ ആടിന്റെ അടുത്തേക്ക് ചെല്ലണ്ടല്ലോ. ചെല്ലണം. ഇവര് നമ്മുടെ അടുത്ത് വരുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ച്, അതാണ് സാധാരണ പോളിസി. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം, അതാണ് നോർമൽ പോളിസി. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചൂട് മുന്നിൽ എന്ന നിലയിൽ ഇങ്ങനെ പ്രശ്നമുള്ളവരെ ഐഡന്റിഫൈ ചെയ്യുകയും പ്രശ്നമുള്ളവരുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പായി. ചെയ്ത് യെസ്. ശ്രദ്ധാ സതീഷിന്റെ മരണം മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾ അനവധിയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കലാലയങ്ങളിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ, അതിനെ എന്റർടൈൻ ചെയ്യാൻ, എൻഗേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ എല്ലാ കോളേജുകളിലും കൂടുതൽ സാധ്യതകൾ, സംവിധാനങ്ങൾ തുറന്നു വരട്ടെ എന്ന ചിന്തയാണ് ദ ഫയർ റൂമിൽ പങ്കുവെക്കുന്നത്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യപ്പെടുമ്പോൾ ആ കോളേജിനെ പരസ്യ വിചാരണ ചെയ്യുന്നത്, കോളേജിന്റെ മാനേജ്മെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ മനസ്സിലാക്കാനും അങ്ങനെ കൂടുതൽ മാനസികാരോഗ്യമുള്ള കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകൾ വളർന്നു വരാനുള്ള സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അത്തരം പോസിറ്റീവായ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.